മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പായെ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം 6-ാം നൂറ്റാണ്ടിൽ സഭയെ നയിച്ച് 590 മുതൽ 604 വരെ മാർപ്പാപ്പയായിരുന്ന ഒരു മഹാവിശുദ്ധനാണ് അദ്ദേഹം. തിരുസഭാ പണ്ഡിതൻ, ഒരുപാട് എഴുതുന്നവരെയാണ് തിരുസഭാ പണ്ഡിതന്മാരുടെ ഗണത്തിൽപ്പെടുത്തുന്നത്. അദ്ദേഹം പാഷാണ്ഡവർക്കെതിരെയൊക്കെ ആഞ്ഞടിച്ച ഒരു മഹാപാപ്പയാണ്. വലിയൊരു കുലീന കുടുംബത്തിൽ ജനിച്ചു. തൻ്റെ സ്വത്തുക്കളെല്ലാം ആശ്രമങ്ങൾക്കായി കൊടുത്തു. അദ്ദേഹം തന്നെ ഒരു സന്യാസിയായി മാറുകയായി. പിന്നീടാണ് അദ്ദേഹം സന്യാസ ജീവിതത്തിൽ അദ്ദേഹം ഈ പദവിയിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മാർപ്പാപ്പയെക്കുറിച്ച്. അമ്മ ഒരു വിശുദ്ധയാണ്, സിൽവിയ എന്നാണ് ആ വിശുദ്ധയുടെ നാമം. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് ഗ്രിഗോരിയൻ ദിവ്യബലി എന്ന് പറയുന്ന 30 ദിവ്യബലികൾ ഒരു നിയോഗത്തിന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഗ്രിഗോരിയൻ ചാൻഡ്, ഗ്രിഗോരിയൻ സംഗീതം, അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രത്യേകതകളുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ എന്തൊരു വിശുദ്ധൻ ആയിരിക്കുന്നത്. ഈ മഹാവിശുദ്ധനെ മാധ്യസ്ഥം നമുക്ക് ഈ ബലിയിൽ തേടി പ്രാർത്ഥിക്കാം. നമ്മുടെ നാടിനെയും നമ്മുടെ ലോകം മുഴുവനെയും ഈ മഹാവിശുദ്ധരുടെ മാധ്യസ്ഥത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഈ ബലിയിലേക്ക് പ്രവേശിക്കാം. ഈ ദിവ്യാഗമ്യധായുധം സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വീഴ എൻ്റെ വലിയ വീഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് പരിപാലിക്കുകയും സ്നേഹത്തോടെ ഭരിക്കുകയും ചെയ്യുന്നുവല്ലോ. വിശുദ്ധ ഗ്രിഗറി പാപ്പായുടെ മാധ്യസ്ഥത്താൽ അങ്ങ് ഭരിക്കാൻ അധികാരം നൽകിയിരിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ ചൈതന്യം നൽകണമേ. അങ്ങനെ വിശുദ്ധ അജഗണത്തിൻ്റെ അഭിവൃദ്ധിയിൽ നിന്നുളവാകുന്നവയെല്ലാം അജപാലകരുടെ സനാതന സന്തോഷമായി ഭവിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. വിശുദ്ധ പൗലോസപ്പോസ്തലൻ കൊരിന്ത്യൻകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ ഭോഷനാകട്ടെ. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷിത്തമാണ്. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നു. എന്നും ബുദ്ധിശാലികളുടെ ആലോചന വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. എല്ലാം നിങ്ങളുടെ സ്വന്തമാണ്. പൗലോസും അപ്പോളോസും കേഫായും
ക്രിസ്തു ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റെതാണ്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റെതാണ്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് മതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റെതാണ്. അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിന്റെ ദൈവത്തെ നേടുന്നത്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റെതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകാം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടി. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ യേശുവിന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അവൻ ഇരുന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളങ്ങളിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആകെ കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുന്നുള്ളെന്ന് വെച്ചു. ശിമയോൻ പത്രോസിനെ കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെ പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ സെബെദി പുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കർത്താവിന്റെ സുവിശേഷം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരുപാട് മനോഹരമായ ചിന്തകളാണ് കർത്താവിന്റെ സുവിശേഷത്തിൽ നമുക്ക് നൽകുന്നത്. തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വലയിടുക. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നതിനെയാണ് ആഴത്തിലേക്ക് പോവുക എന്ന് പറയുന്നത്. കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുമ്പോഴാണ് ഈ ദൈവത്തിൻ്റെ ആഴവും പരവും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ വലിയ അത്ഭുതം നടക്കുകയാണ്. ആഴത്തിലേക്ക് നീക്കി ദൈവത്തിൻ്റെ ഹൃദ്രഹസ്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ അനഘനിധികൾ, സമൃദ്ധി നമുക്കായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് പത്രോസ് പറയുന്ന വചനം നോക്കാം. കർത്താവേ, ഒറ്റയ്ക്ക് അധ്വാനിച്ചിട്ട് രാത്രി മുഴുവൻ നീ ഇല്ലാതെ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എന്നാൽ നീ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നത് കേൾക്കാനുള്ള വിളിയാണ്. പരിശുദ്ധ അമ്മയും അതാണ് പറയുന്നത്. അവൻ പറയുന്നത് ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ സമൃദ്ധി, സൗഖ്യം, സന്തോഷം, സമാധാനം ഇതെല്ലാം വന്നു നിറയും.
നമുക്ക് നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം ഈ വചനചിന്തയോട് ചേർത്ത് സമർപ്പിക്കാം. ഒന്നിനും കുറവില്ലാത്ത തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നാടിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സാംക്രമിക രോഗബാധ നമ്മളെ വിട്ടകന്നു പോകുന്നതിന് പ്രാർത്ഥിക്കാം. വിമുക്തി ലോകം മുഴുവനും ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ദൈവമേ, ആകാശങ്ങൾ ചായച്ചിറങ്ങി വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഉമയാഗമായി സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കർത്താവേ, ഈ ബലിയർപ്പിക്കുന്നത് വഴിയാണല്ലോ അങ്ങ് ലോകം മുഴുവന്റെയും പാപങ്ങൾ മോചിപ്പിക്കുന്നത്. വിശുദ്ധ ഗ്രിഗരിയുടെ വാർഷിക സ്മരണ ആചരിച്ചുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന ഈ ബലി ഞങ്ങൾക്കും ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ ഗ്രിഗരിയുടെ തിരുനാൾ ആഘോഷത്തിൽ ആനന്ദിക്കാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവായ സ്വതഭൂമിയും അങ്ങേ മഹിമയാൽ നിർവഹിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നതിന് അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും
ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാകട്ടെ. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ രൂപതധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദികഗണത്തോടുമൊക്കെ സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണം. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കഴിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ ഗ്രിഗറി ഒന്നാമൻ പാപ്പയോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല
പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അവന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് സത്യമായും ദിവ്യകുദാശയിൽ നിലനിൽക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യാഗത്തിൽ സംബന്ധിക്കുന്ന മുഴുവൻ പേരിലേക്കും ഇപ്പോൾ തന്നെ ആത്മീയമായി അവിടുന്ന് എഴുന്നള്ളണമേ.
യഥാസമയം ആവശ്യമായ ഭക്ഷണം കൊടുക്കേണ്ടതിന് കർത്താവ് തൻ്റെ കുടുംബത്തിന് മേൽ നിയമിച്ചവൻ വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രിസ്തുവാകുന്ന ജീവന്റെ അപ്പത്താൽ അങ്ങ് പരിപോഷിപ്പിച്ച ഇവരെ ക്രിസ്തുവാകുന്ന ഗുരുവാൽ ഉദ്ബോധിപ്പിക്കണമേ. അങ്ങനെ വിശുദ്ധ ഗ്രിഗരിയുടെ തിരുനാളിൽ അങ്ങേ സത്യം അവർ ഗ്രഹിക്കുകയും അത് സ്നേഹത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിനെ കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.